പരിശുദ്ധ മുഹറം മാസം കടന്നു വരുന്നതിന് മുമ്പ് അല്ലെ വിശുദ്ധമായ മുഹറം മാസത്തിൽ ഈ ഒരു 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ, വിശുദ്ധ മുഹറം എത്തിയിട്ടും ഈ 5 കാര്യങ്ങൾ ഇതുവരെ നമ്മൾ പരിഗണിച്ചിട്ടില്ല എങ്കിൽ ഈ ഒരു വർഷവും നമ്മളിൽ നഷ്ടപ്പെട്ടു പോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് നന്മകൾ അധികരിപ്പിക്കാൻ കഴിയാതെ, നന്മകൾക്ക് അവസരം കിട്ടാതെ, ഷെറുകൾ പേറി അല്ലെങ്കിൽ അപകടങ്ങൾ, മുസീബാത്തുകൾ, ഫിത്നകൾ, ഫസാദുകളുടെ വലിയൊരു കൂമ്പാരത്തിൽപ്പെട്ട് ഈ ഒരു വർഷവും നമ്മളിൽ നിന്ന് അങ്ങനെ കഴിഞ്ഞു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എങ്ങനെയാണ് ഈ വിശുദ്ധമായ മുഹറം മാസം കടന്നു വരുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഈ ഒരു വർഷക്കാലത്തെ മുഴുവൻ സമ്പന്നതയുടെ വർഷമാക്കി മാറ്റേണ്ടത് എന്ന് ചുരുങ്ങിയ രൂപത്തിലൊന്ന് പറഞ്ഞാൽ ഒരു 5 കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന, വളരെ എളുപ്പമുള്ള, നിസാരമായി ശ്രദ്ധിക്കാൻ പറ്റുന്ന ചില വിഷയങ്ങളാണ്. അള്ളാഹു നമ്മെ കബൂലാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് വീഡിയോ മുഴുവനായി കേൾക്കണം, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്താനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാം. അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. ഒന്നുപോലെ അപാകതകളൊക്കെ അല്ലാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ. 1447 ഹിജ്റ വർഷം കഴിഞ്ഞു. 1448 നമ്മൾ പ്രവേശിച്ചു. അൽഹംദുലില്ലാഹ്. അള്ളാഹു ഇനിയും ഒരുപാട് മുഹറം വരവേൽക്കാൻ, ഒരുപാട് ദുൽഹജ്ജകളെ വരവേൽക്കാൻ തുടങ്ങി ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള ഒരുപാട് വർഷങ്ങൾ അള്ളാഹു നമുക്ക് നൽകട്ടെ. ആഫിയത്തോടെ ദീർഘായുസ് അള്ളാഹു നൽകട്ടെ. അവൻ്റെ ത്വാഅത്തിലായി, റബ്ബിൻ്റെ ത്വാഅത്തിലായി അള്ളാഹു നൽകട്ടെ. ഒരുപാട് സൽക്കർമ്മങ്ങൾക്ക് അവസരം നൽകട്ടെ. ഇല്ലേ, ഖൈറുന്നാസ് മൻ ത്വാല ഉംറുഹു വഹസന അമലു സദഖ റസൂലുള്ളാഹ്. നബി തങ്ങൾ പറഞ്ഞതാണ്, എന്ത്, ജനങ്ങളിൽ ഏറ്റവും ടോപ്പ് ആരാണെന്ന് അറിയും, ഏറ്റവും ഉത്തമൻ, ഒരുപാട് കാലം ജീവിക്കാൻ അവസരം കിട്ടുകയും നന്മ ചെയ്യാൻ ഭാഗ്യം കിട്ടുകയും ചെയ്തവരാണ്. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മെ ചേർത്ത് തരട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു 5 കാര്യങ്ങൾ ഈ വിശുദ്ധമായ മുഹറം മാസത്തിന്റെ തുടക്കത്തിൽ ശ്രദ്ധിക്കേണ്ട, മുഹറം മാസം കടന്നു വരുമ്പോൾ നമ്മളൊക്കെ പ്രത്യേകമായി പരിഗണിക്കേണ്ട ഒരു 5 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. ഈ 5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് മാറ്റം വരുത്തി നോക്കി ഇൻഷാ അല്ലാഹ് ഈ ഒരു വരുന്ന വർഷവും ഇനി തുടർന്നുള്ള വർഷങ്ങളും, കാരണം അങ്ങനെ പറയാൻ കാരണം ഈ ഒരു വർഷക്കാലം നമുക്ക് ഈ പറയുന്ന രൂപത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പാണ് വരുന്ന വർഷങ്ങളൊക്കെ ആ രൂപത്തിൽ ഖൈറായിരിക്കും. വരുന്ന വർഷങ്ങളിലൊക്കെ അതുപോലെ സമ്പന്നതയിലേക്ക് എത്താൻ അല്ലാഹു നമുക്ക് കഴിയും. അത് കേവലം നമ്മൾ പൈസ കൊണ്ടുള്ള അല്ലെങ്കിൽ ക്യാഷ് കൊണ്ടുള്ള ഈ ഭൗതികമായ നേട്ടം കൊണ്ടുള്ള സമ്പന്നത മാത്രമല്ല, അത് കിട്ടുന്നതിനോടൊപ്പം തന്നെ ആത്മീയമായ സമ്പന്നതയും ആ മനുഷ്യൻ അല്ലാഹു നൽകും ഇൻഷാ അല്ലാഹ്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? തുടക്കത്തിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും മുഖ്യമായ കാര്യം, ഒന്നാമത്തത് തൗബ ചെയ്ത് മടങ്ങുക എന്നുള്ളതാണ്. തൗബ ചെയ്ത് മടങ്ങുക എന്ന് പറഞ്ഞാൽ അത് ഇനി കുറച്ചും കൂടെ പാപങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അത് കഴിഞ്ഞിട്ടൊക്കെ തൗബ ചെയ്താൽ പോരെ എന്നല്ല. പാപം മനുഷ്യനിൽ നിന്നുണ്ടാവും, തെറ്റുകളുണ്ടാവും. ഇപ്പോൾ ഇന്നല്ലേ എന്ത് ചെയ്യുക, നമ്മുടെ കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, കൈകാലുകൾ കൊണ്ട്, നാവ് കൊണ്ടൊക്കെ നമ്മളിൽ നിന്ന് തെറ്റുകൾ സംഭവിച്ചു പോകും. മനുഷ്യനെ അങ്ങനെയാണ് പടയ്ക്കപ്പെട്ടിട്ടുള്ളത്, അല്ലേ? മനുഷ്യനെ തെറ്റ് ചെയ്യുന്ന പ്രകൃതത്തിലായിട്ടാണ് പടയ്ക്കപ്പെട്ടത്. അപ്പോൾ തെറ്റുകൾ സംഭവിച്ചു പോകും. അപ്പോൾ ഈ തെറ്റിൽ നിന്നും രക്ഷ കിട്ടാനുള്ളൊരു വഴിയാണ് തൗബ ചെയ്യുക എന്നുള്ളത്. തെറ്റിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടുക, തെറ്റിൽ നിന്നൊക്കെ മോചനം കിട്ടുക എന്നുള്ള ഒരു വഴിയാണ്. അള്ളാഹു തൗബ ചെയ്യുന്നവരെ വലിയ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബ് പൊരുത്തപ്പെട്ട് വരുന്നവനാണ്, തൗബ സ്വീകരിക്കുന്നവനാണ്. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ ചെയ്തു പോയ മുഴുവൻ തെറ്റുകളെയും റബ്ബിലേക്ക് പറഞ്ഞു, അള്ളാഹുവേ എന്നിൽ നിന്ന് വന്നു പോയതൊക്കെ നീ മാപ്പ് നൽകണേ അള്ളാഹ് എന്ന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞ് എന്ത് ചെയ്യാം, റബ്ബിലേക്ക് മടങ്ങുക. ഒന്നാമത്തെ കാര്യം അതാണ് ഇൻഷാ അല്ലാഹ്. അത് മടങ്ങിയതിന് ശേഷം എന്ത് ചെയ്യുക, നഫ്ൽ നിസ്കാരങ്ങൾ, സുന്നത്തായ നിസ്കാരങ്ങളെ അധികരിപ്പിക്കാൻ ശ്രമിക്കുക. മൊത്തവും കൂടെ ചെയ്യും എന്നല്ല, അങ്ങനെയല്ല പറയണത്, അതൊക്കെ ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷേ നമ്മളിപ്പോൾ ഒറ്റയടിക്ക് അങ്ങോട്ട് എല്ലാം കൂടെ അങ്ങ് അധികരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ നടന്നു വരില്ല. എന്നിരുന്നാലും പതിയെ അധികരിപ്പിച്ചുകൊണ്ട്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സാധാരണ സുന്നത്തുകളൊന്നും നിസ്കരിക്കാത്ത ഒരാളാണെങ്കിൽ എന്ത് ചെയ്യുക, ഫർദ് മാത്രം നിസ്കരിക്കുള്ളൂ. ഇനി ഫർദ് നിസ്കരിക്കാത്ത ആളാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല, ഫർദ് നിസ്കരിക്കണം ആദ്യം. ഞാൻ ഈ ഫർദ് നിസ്കരിക്കുന്ന ആളുകളോടാണ് ഈ പറയുന്നത് കേട്ടോ. സുന്നത്ത നിസ്കാരങ്ങൾ, ഇപ്പോൾ നിസ്കാരങ്ങൾക്ക് മുമ്പ് ശേഷമുള്ള സുന്നത്തുകൾ, അല്ലേ, റവാത്തിബ് സുന്നത്തുകൾ, അത് നിസ്കരിക്കാം. അത് ശീലമാക്കി കഴിഞ്ഞാൽ പിന്നെ പതിയെ എന്ത് ചെയ്യുക, ളുഹാ നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം, വിത്ർ നിസ്കാരം തുടങ്ങിയിട്ട് അവ്വാബി നിസ്കാരം, ഇങ്ങനെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള, പിന്നെ പള്ളിയിലേക്ക് കടന്നു വരുന്ന പുരുഷന്മാരെ സംബന്ധിച്ചിട്ട് തഹയ്യത്ത് നിസ്കാരം, ഇല്ലേ, ഉമ്മമാർക്കിടയ്ക്ക് ഹാജത്ത് നിസ്കരിക്കാം, തസ്ബീഹ നിസ്കരിക്കാം, ഇങ്ങനെ എത്രയോ സുന്നത്തായ നിസ്കാരങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ നിസ്കാരങ്ങളൊക്കെ ഓരോന്ന് പതിയെ എന്ത് ചെയ്യുക, ചെയ്തുകൊണ്ട് വരിക, അല്ലേ. ഓരോന്നെല്ലാം കൂടെ ഒറ്റയടിക്ക് ചെയ്യാൻ ചിലപ്പോൾ പ്രയാസം ഉണ്ടാവും. അപ്പോൾ പതിയെ എന്ത് ചെയ്യുക, അധികരിപ്പിച്ചു കൊണ്ടുവരിക. ഇതൊരു ജീവിതത്തിൻ്റെ മാറ്റം. അപ്പോൾ ഒരാൾ ഈ ഒരു വർഷക്കാലം കൊണ്ട് എന്ത് ചെയ്തു, ഇങ്ങനെ മാറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ഈ വരുന്ന വർഷങ്ങളൊന്നും അയാൾക്കൊരു പ്രയാസം ഉണ്ടാവില്ല ഇത് ചെയ്യാനൊന്നും. നന്മയുടെ അക്കൗണ്ട് വർദ്ധിക്കും എന്നതിനൊക്കെ അപ്പുറത്ത് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ അതുകൊണ്ട് കിട്ടും ഇൻഷാ അല്ലാഹ്. വരും ദിവസങ്ങളിലൊക്കെ ഞാൻ നേട്ടങ്ങൾ പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. രണ്ടാമത്തെ കാര്യം അതാണ്, ഒന്ന് തൗബ ചെയ്ത് മടങ്ങുക. രണ്ടാമത്തത് നഫ്ലുകളെ, സുന്നത്തായ നിസ്കാരങ്ങളെ അധികരിക്കാൻ ശ്രമിക്കാം. മൂന്നാമത്തത് ഖുർആൻ പാരായണം, അതുപോലെ ദിക്ർ ചൊല്ലൽ അധികരിപ്പിക്കുക. 2 സംഗതി, ഖുർആൻ പാരായണവും ദിക്ർ ചൊല്ലലും അധികരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് ഒരു ഖത്തം ഓതി തീർക്കണം എന്നല്ല പറഞ്ഞാൽ പോലും, അല്ലെങ്കിൽ ആയിരക്കണക്കിന് ദിക്റുകൾ ഒറ്റയിരിപ്പിച്ച് ചൊല്ലി തീർക്കണം എന്നുമല്ല. ഈ പറഞ്ഞതുപോലെ നിസ്കാരത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യാം, 1 പേജ് അല്ലെ 2 പേജ്, എത്രയാണ് പറ്റുന്നത്, ദിവസം എന്ത് ചെയ്യുക, 1 പേജ് വീതം ഓതി തുടങ്ങി. പിന്നീട് അത് 2 ആക്കി, പിന്നെ അത് 3 ആക്കി, 4 ആക്കി, പിന്നെ എന്ത് ചെയ്യുക, 1/4 ജുസു ആയി,
പിന്നെ എന്ത് ചെയ്തു, അങ്ങനെ കൂടിക്കൊണ്ടുവന്നു. പിന്നെ അര ജുസുവായി, പിന്നെ ഒരു ജുസുവായി. ഇങ്ങനെ തുടങ്ങിയിട്ട് എന്ത് ചെയ്യുക, പതിയെ കൂട്ടിക്കൊണ്ടുവരിക. ഒരു ദിവസം ഒരു ഖത്ത് മോദിയിരുന്ന മഹാന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. നമ്മുടെ നാടെന്ന് വെച്ചാൽ ഈ ലോകത്ത് ഭൂമിയിൽ ഒരു ദിവസം ഒരു ഖത്ത് മോദിയിരുന്ന ആളുകൾ, 2 ഖത്ത് മോദിയിരുന്ന മഹാന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് അല്ലേ. നിസ്കാരത്തിലായിട്ട് ഖത്തുമുകൾ ഓതിയിരുന്നവർ കഴിഞ്ഞു പോയിട്ട്. നമ്മളിപ്പോൾ അത്രയൊന്നും പറഞ്ഞില്ലെങ്കിലും, അത്രയും ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിച്ചില്ല എങ്കിലും എന്ത് ചെയ്യുക, ഒരു ദിവസം ഒരു പേജെങ്കിലും കുറഞ്ഞത് ഒരാൾ അധികരിപ്പിച്ചു. ഒരു 100 ദിക്ർ, ഏതെങ്കിലും ഒരു ദിക്ർ, സുബ്ഹാനല്ലാഹോ അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹോ, ഇനി 100 സ്വലാത്തോ, എന്താണോ പറ്റുന്നത് ഒരു 100 എണ്ണം എന്ത് ചെയ്യാം, അത് അധികരിപ്പിക്കും. ഇനി 100 എണ്ണം ചെല്ലാൻ സമയമില്ല, 33 എണ്ണം മതി, പറ്റുന്നത് മതി. അത് നിരന്തരം എന്ത് ചെയ്യുക, ചെയ്ത് ശീലിപ്പിച്ചുകൊണ്ട് പതിയെ കൂട്ടുക, എണ്ണം കൂട്ടുക. 100 എന്നുള്ളത് 101 ആക്കുക, അല്ലെങ്കിൽ 110 ആക്കുക, 111 ആക്കുക. ഇങ്ങനെ എന്ത് ചെയ്യുക, എണ്ണം കൂട്ടി കൊണ്ടുവരിക. അതാണ് അധികരിപ്പിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലേ. ഈ ഖുർആൻ നമ്മൾ ഓരോ പേജ് കൂടുന്നത് പോലെ നമുക്ക് ദിക്റിൻ്റെ എണ്ണവും കൂട്ടിക്കൊണ്ടുപോയി ഇത് നിരന്തരം പതിവാക്കി. തുടക്കത്തിൽ നമ്മൾ മുഹറം മാസം ഒരു ടേണിംഗ് പോയിന്റ് ആണല്ലോ, നമുക്കൊരു വഴിത്തിരിവാണല്ലോ. അപ്പോൾ ഈ ഇന്നു മുതൽ ഞങ്ങൾ ചെയ്യുമെന്ന് ഒരു എന്ത് ചെയ്യുക, പ്രതിജ്ഞ ചെയ്താൽ, നമ്മുടെ മനസ്സിനോടൊന്ന് അതാണ്, നീ ഇന്നു മുതൽ ചെയ്യണം, എൻ്റെ കൂടെ നിൽക്കണം എന്നൊരു കടിഞ്ഞാണിട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ചെയ്യാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകട്ടെ. 3ാമത്തെ സംഗതി ഇതാണ്. 4ാമത്തത് സുന്നത്തായ നോമ്പുകൾ അധികരിപ്പിക്കാൻ ശ്രമിക്കുക. സുന്നത്തായ നോമ്പുകൾ, നമ്മൾ ഫർദ് നോമ്പുകൾ അനുഷ്ഠിക്കുന്നവരാണ്. നോമ്പ് പിടിക്കുക എന്നുള്ളത് നമുക്കൊരു പ്രയാസമുള്ള സംഗതിയല്ല അല്ലേ. റമദാൻ മാസത്തിൽ നമ്മൾ എത്ര ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും ചെയ്യാറുണ്ട്. സുന്നത്തായ നോമ്പ് വല്ലപ്പോഴും ഒക്കെ ഒന്ന് പിടിക്കാൻ ശ്രമിക്കാം ഇല്ലേ. സുന്നത്തായ നോമ്പുകൾ പ്രത്യേകിച്ച് മുഹറം മാസത്തിൽ ആശുറാഹിൻ്റെയും താസുആഹിൻ്റെയും നോമ്പ് വരുന്നുണ്ട്. മുഹറം 9ഉം 10ഉം നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്താണ് അല്ലേ. അതിൽ 10ാമത്തെ ദിവസം മുഹറം 10-ന് ശക്തിയായ സുന്നത്തുണ്ട്. ഏറ്റവും ശക്തിയായ സുന്നത്ത് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു, ഒരു മനുഷ്യൻ്റെ മുൻ കഴിഞ്ഞു പോയ പാപം ഇനി വരാനുള്ള പാപം ഒക്കെ പൊറുക്കപ്പെടാൻ കാരണമായി തീരുന്ന മഹത്തായ ഒരു അമലാണ് ആശുറാൻ്റെ 10ാമത്തെ ദിവസം, അതായത് മുഹറം 10-ന്റെ നോമ്പ് അനുഷ്ഠിക്കൽ. എന്നാൽ മുഹറം 9-ന് കൂടെ നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്തുണ്ട്. ആ സുന്നത്തിനെ പറ്റി നബി തങ്ങളുടെ ഹദീസിൽ കാണാം. ഒരിക്കൽ മദീനയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്ന സമയത്ത് അവിടുത്തെ ജൂതന്മാരായ ആളുകൾ, യഹൂദികളായ ആളുകൾ, അവർ നോമ്പ് അനുഷ്ഠിക്കുന്നതായി അറിയാൻ സാധിച്ചു. അവർ ചോദിച്ചു, നബി തങ്ങൾ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇന്നത്തെ ദിവസം നോമ്പ് അനുഷ്ഠിക്കാനുള്ള കാരണം, മുഹറം 10-ന്റെ അന്ന് കേട്ടോ. അപ്പം അവർ പറഞ്ഞെന്താ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ നേതാവായ മൂസാ നബിയെ എന്ത് ചെയ്തു, ഫറോവയിൽ നിന്നും ഫിർഔനിൽ നിന്നും അള്ളാഹ് രക്ഷിച്ച ദിവസമാണ്. അപ്പോൾ ആ രക്ഷിച്ചതിൻ്റെ ഒരു നന്ദി സൂചകമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നതാണ്, നോമ്പ് അനുഷ്ഠിക്കുന്നതാണ്. അപ്പോൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഈ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് നിങ്ങളെക്കാൾ അടുപ്പമുള്ള ആൾ ഞാനാണ്, നിങ്ങളെക്കാൾ സ്ഥാനമുള്ള ആൾ ഞാനാണ്, നിങ്ങളെക്കാൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കരുതലുള്ള ആൾ ഞാനാണ്, നിങ്ങളെക്കാൾ കൂടുതൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടുള്ള ആ ഒരു ആത്മീയ ബന്ധമുള്ളത് എനിക്കാണ്. അതുകൊണ്ട് നിങ്ങൾ മൂസാ നബിയെ പരിഗണിക്കുന്നതിനേക്കാൾ കൂടുതൽ പരിഗണിക്കണമല്ലോ ഞാൻ. അതുകൊണ്ട് അടുത്ത കൊല്ലം ഞാൻ ഉണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് മുഹറം 9-ന് കൂടെ ഞാൻ നോമ്പ് അനുഷ്ഠിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? മുഹറം 10-ന് എന്തായാലും ഞങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട്. എന്നാൽ ജൂതന്മാരുമായിട്ടൊരു കണക്ഷൻ അല്ലെങ്കിൽ അവരുമായിട്ടൊരു സാമ്യം ഉണ്ടാകാതിരിക്കാൻ അടുത്ത കൊല്ലം ഞങ്ങൾ മുഹറം 9-നും 10-നും കൂടെ അനുഷ്ഠിക്കും. നിങ്ങൾ 10-ന് മാത്രമേ അനുഷ്ഠിക്കുന്നുള്ളൂ, ഞങ്ങൾ 9-നും 10-നും കൂടെ അനുഷ്ഠിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഖീതു ഇലാ ഖാബിലിൻ ല അസൂമന്ന താസിഅ ഇസ്വദക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്ത കൊല്ലം ഞാൻ ഉണ്ടെങ്കിൽ, നബി തങ്ങൾ ആ വർഷം റബീഉൽ അവ്വലിൽ വിട പറഞ്ഞു പോയി അല്ലേ. അടുത്ത കൊല്ലം മുഹറത്തിലേക്ക് ഞാൻ ഉണ്ട് എങ്കിൽ മുഹറം 9-നും 10-നും കൂടെ ഞാൻ നോമ്പ് അനുഷ്ഠിക്കും. അതുകൊണ്ട് തന്നെ മുഹറം 9-ഉം 10-ഉം നോമ്പ് അനുഷ്ഠിക്കൽ വലിയ സുന്നത്താണ്, ശക്തിയായ സുന്നത്താണ്. എന്നാൽ മഹാന്മാർ പഠിപ്പിച്ച മുഹറം 1 മുതൽ 10 വരെ നോമ്പ് അനുഷ്ഠിക്കൽ പ്രത്യേക സുന്നത്തായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതും വലിയ കൂലിയുള്ളത്. അപ്പം സുന്നത്തായ നോമ്പുകളെ അധികരിപ്പിക്കാൻ ശ്രമിക്കാം. തിങ്കളാഴ്ച ദിവസം, വ്യാഴാഴ്ച ദിവസമൊക്കെ സുന്നത്ത് നോമ്പുകൾ എടുക്കുക. അത് ശാരീരികമായ ഗുണമുണ്ടാക്കുന്നതിനൊക്കെ അപ്പുറം എന്ത് ചെയ്യുക, നമ്മൾ ആത്മീയമായ നമുക്ക് വലിയൊരു ഉന്നതി ഉണ്ടാക്കി തരും. നമ്മുടെ സാമ്പത്തികമായ വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. നമുക്ക് വലിയ ഫദ്ല് കിട്ടും. നമ്മുടെ ജനങ്ങൾക്കിടയിൽ ഇസ്സത്ത് വർദ്ധിക്കാൻ കാരണമായി തീരും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ വലിയ ഉയർച്ച കിട്ടും. 5ാമതായി കാണാം, ഈ ഒരു സംഗതികളൊക്കെ ചെയ്യുക. സ്വതക്കകൾ അധികരിപ്പിക്കുക. സ്വതക്ക അധികരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കയ്യിലുള്ളത് എല്ലാം എടുത്ത് കൊടുക്കണം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. 1 രൂപയാണ് നമ്മുടെ കൊടുക്കാനുള്ളൂ. 1 രൂപ അത് കഴിക്കും, സ്ഥിരമായി കൊടുക്കാൻ പറ്റുന്ന ഒരാളാണ്. എന്നാൽ ആ 1 രൂപ നമ്മൾ സ്ഥിരമായി കൊടുക്കുക. ഇപ്പോൾ ഇനി ഒരാൾക്ക്, ഒരു വ്യക്തിക്ക് കൊടുക്കൽ ഒരു പ്രയാസം ഉണ്ടെങ്കിൽ ഏതെങ്കിലും പള്ളിപ്പാട്ടിലിട്ടാലും മതി. ഒരു വ്യക്തിക്ക് ഇപ്പോൾ 1 രൂപ കൊണ്ട് കൊടുത്താൽ ചിലപ്പോൾ അയാൾക്ക് എന്ത് തോന്നുന്നു എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ ഇത് പള്ളിപ്പാട്ടാണ്. നമ്മുടെ നെയ്യത്താണല്ലോ റബ്ബ് നോക്കാം. അള്ളാഹു എനിക്ക് എല്ലാ ദിവസവും ഒരു സ്വതക്ക കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതിന് കൂലി എന്ത് ചെയ്യുന്നുണ്ട്, നബി തങ്ങൾ ഒരുപാട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ നീയത്തോട് കൂടിയിട്ട് ഒരു പള്ളിപ്പാട്ടെ കൊണ്ടിട്ടോ മതി. അപ്പം ഈ പറഞ്ഞ 5 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഒന്ന് പാലിക്കുക. ഈ വിശുദ്ധമായ മുഹറം മാസത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു മാറ്റം ഒന്ന് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഉറപ്പാണ്, നിങ്ങൾ നോക്കിയോ ഇൻഷാ അല്ലാഹ് ഈ വർഷം നിങ്ങൾക്ക് ഏറ്റവും സുന്ദരമായ വർഷമായിരിക്കും. ഈ വർഷം നിങ്ങൾക്ക് ഏറ്റവും മഹത്തായ വർഷമായിരിക്കും. ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പൊലിവുള്ള വർഷമായിരിക്കും ഇൻഷാ അല്ലാഹ്. വരുന്ന വർഷങ്ങൾക്കൊക്കെ മാറ്റുകൂട്ടാൻ ഈ ഒരു വർഷം മതിയാവും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കുക. ആരെങ്കിലും ഒരാൾ നമ്മുടെ ഈ വാക്ക് കേട്ട് നന്നായി കഴിഞ്ഞാൽ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അതിൻ്റെ കൂലി കൂടെ നമുക്ക് ലഭിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒന്ന് ചെയ്തു വെക്കുക. കാരണം നമ്മൾ ഈ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള വീഡിയോസ് ഇൻഷാ അല്ലാഹ് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ കാരണമായി തീരും. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.